പ്രസക്തി നാൾക്കുനാൾ ഉയർന്നു വരുന്ന പ്രസക്തി, ലോകഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വലുപ്പത്തെ ഓർത്തുകൊണ്ട് നാം ഒത്തുചേർന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വിഷപാനം നടത്തിയ, അങ്ങനെ നീലകണ്ഠനായി മാറിയ പരമശിവനെയാണ് അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, ആ നീലകണ്ഠന്റെ ഒരു ഛായ പ്രതിനിധാനം നമുക്ക് ശ്രീനാരായണ ഗുരുവിലും കാണാൻ കഴിയും. അദ്ദേഹവും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ വിഷത്തെ മുഴുവൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. എത്ര ഊറ്റിയെടുത്തും ഇന്നും ആ വിഷം ബാക്കി നിൽക്കുമ്പോൾ അതിനെ വീണ്ടും ഊറ്റിയെടുക്കാൻ അദ്ദേഹം സ്വന്തം ശരീരത്തോടു കൂടി നമുക്ക് ഇടയിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണയുണ്ട്, അദ്ദേഹത്തിൻ്റെ തത്വസംഹിതകളുണ്ട്, അദ്ദേഹത്തിൻ്റെ സാഹിത്യമുണ്ട്. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് സമൂഹത്തിലെ വിഷം ഊറ്റിയെടുത്തുകൊണ്ട് ലോകത്തെ തന്നെ രക്ഷിച്ചെടുക്കാൻ. ലോകം ഇന്ന് വിഭാഗീയതകൾ കൊണ്ടും ജാതീയത കൊണ്ടും വംശീയത കൊണ്ടും വർഗീയത കൊണ്ടും പരസ്പരമുള്ള പോരിനാൽ മനുഷ്യവംശം തന്നെ നശിക്കുമോ എന്ന് സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുരുദേവ ദർശനം മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് ഇതിന് മറുപടിയായിട്ടുള്ളൂ. ഇദ്ദേഹം വിശ്വഗുരു മാത്രമല്ല, വിശ്വവിഷഗ്വരൻ കൂടിയാണ്. ലോകത്തിന്റെ സർവ്വരോഗങ്ങളും ശമിപ്പിക്കാൻ ഒരേ ഒരു വിഷഗ്വരനെ നമുക്ക് മുന്നിൽ കാണാനുള്ളൂ. അത് ശ്രീനാരായണ ഗുരുവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുവിനെ പറ്റി ആലോചിക്കുമ്പോൾ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ വള്ളത്തോൾ പറഞ്ഞിട്ടുള്ള പാടിയ ഗുരുദേവനെ പറ്റിയ ഒരു ശ്ലോകം, ഒരു കവിതാ ശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെരുത്ത നൂറ്റാണ്ടിലെ ഇടയ്ക്കൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തീശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കായി തണൽ വൃക്ഷമേകുവാൻ. പെരുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ മരുപ്പറമ്പായി മാറുന്ന ഈ ഉലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുകയാണ്. ഇവിടെ പാന്തരായി വരുന്നവർക്ക് മാർഗനിർദ്ദേശം തരാൻ, അവർക്ക് തണൽ മുറ്റമേകുവാൻ നൂറ്റാണ്ടുകൾ കൂടി വരുമ്പോൾ ഈശ്വരൻ നൽകുന്ന ഒരു വരദാനമാണ് ഗുരുദേവനെ പോലെയുള്ള അവരാണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് വെപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്, ലോകത്തിന് മാർഗദർശിയായിട്ട്. സാംസ്കാരിക നായകർന്നൊക്കെ ഞങ്ങളെ പോലെയുള്ള ചില എഴുത്തുകാരെ വിളിക്കാറുണ്ട്. സത്യത്തിൽ കേരളത്തിൽ 2 സാംസ്കാരിക നായകരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് തുഞ്ചത്താചാര്യനാണ്, മറ്റത് ശ്രീനാരായണ ഗുരുവാണ്. സംസ്കാരത്തെ പുനർനിർണയിച്ച് മാനവരാശിക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുന്ന പ്രവാചക തുല്യരായിട്ടുള്ള അവതാരമായിട്ടുള്ള, അതുകൊണ്ടാണ് നാം ശ്രീനാരായണ ഗുരു ദൈവം തന്നെ എന്ന് പറയുന്നത്. ദൈവം ആ പൂർണ്ണാവതാരത്തോടു കൂടി വരുന്ന പ്രതീതിയാണ് ശ്രീനാരായണ ഗുരു നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെയും ശ്രീനാരായണ ഗുരുവിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ അത്ഭുതകരമായ സാമ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. രണ്ടുപേരും അഭേദമാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള ഭേദമില്ലായ്മ, മനുഷ്യന്മാരും ഈ പ്രപഞ്ചവും അതിൻ്റെ പിറകിലുള്ള പൊരുളും എല്ലാം ഒന്നാണ് എന്ന നിലയ്ക്കുള്ള വലിയ ദർശനമാണ്. ഇന്ന് ഭേദചിന്ത കൊണ്ടാണ് ലോകം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ജാതിയുടെ പേരിൽ ശത്രുത, മതത്തിന്റെ പേരിൽ ശത്രുത, വർഗത്തിന്റെ പേരിൽ ശത്രുത, ഭാഷയുടെ പേരിൽ ശത്രുത, ഇതിനെല്ലാം അതിവർത്തിച്ചുകൊണ്ട് അഭേദത്തിൻ്റെതായിട്ടൊരു ചിന്താഗതി ഉണ്ടാക്കി എന്നതാണ് ഈ 2 ഗുരുക്കന്മാരെയും വലുതാക്കി നിൽക്കുന്നത്. നമുക്കറിയാം, തുഞ്ചത്താചാര്യൻ പറഞ്ഞത് ജാതി നാമാദികൾക്കെല്ലാം മനുഷ്യന്റെ ഗുണഗണങ്ങൾക്കാണ് പ്രാധാന്യം. ഇതിന്റെ മറ്റൊരു ഭാഷയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. മനുഷ്യന്റെ ജാതിയും പദവിയും മതവും ഒന്നുമല്ല,
അവനിലുള്ള മനുഷ്യത്വമാണ് അവനെ ഈശ്വരതുല്യനാക്കുന്നത്. ആ മനുഷ്യത്വം ഇല്ലെങ്കിൽ അവൻ ചെറുത്താനായിട്ട് മാറാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്നറിയാം, വലിയ വിവരവും പത്രാസൊക്കെ ഉള്ള ആൾക്കാരാണ് ബാങ്ക് കൊള്ളടിക്കുന്നതും ആൾക്കാരെ കൊല്ലുന്നു, എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുക. അങ്ങനെ കുറെ തോന്നിവാസങ്ങളുടെ വെളിപ്പെടുത്തുകൾ ഇന്നലെയും ഇന്നുമായി പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. വലിയ ആകർഷണീയമായിട്ടുള്ള ഒരു കലാപ്രസ്ഥാനത്തിന്റെ പിറകിൽ ചില മഹാന്മാര് കാണിക്കുന്ന വൃത്തികേടുകൾ ഇന്ന് നാം പുറത്തു വരുന്ന സമയത്ത് മനുഷ്യന്റെ ഗുണഗണത്തിനാണ് അവനെ വലുതാക്കുന്നത്. ഇവർ പറഞ്ഞത് അതാണ്. അതേപോലെ തന്നെ എഴുത്തച്ഛൻ പറഞ്ഞു, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഞാനെന്ന അബദ്ധം തോന്നരുത്. ഇനിയിപ്പോ നിർബന്ധം വിചാരിക്കുന്നത് അവരോട് എത്ര പറഞ്ഞാലും ഒരു കാലത്ത് പോകും. അവരോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തോന്നിക്കോളൂ. എന്നാൽ ഈ ഉലകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഞാനാന്ന് തോന്നിയാൽ മതി. എന്നാ പിന്നെ പ്രശ്നമില്ല. ഇതന്നെയാണ് അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. രണ്ടുപേരും അദ്വൈതികളായിരുന്നു. രണ്ടുപേരും ഒരേ ആശയമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും ഭക്തരായിരുന്നു, വലിയ ആത്മാക്കളായിരുന്നു. നമ്മൾ പലപ്പോഴും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ സുഖത്തിനായി വരണം, ഇത് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ മുമ്പത്തെ വരിയൊന്നും പറയാറില്ല. ഇതിനൊരു പ്രീ കണ്ടീഷൻ ഉണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെങ്കിൽ അതിന്റെ മുമ്പേ അവൻ ഇവൻ അന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായ ഒരാത്മരൂപം, ഞാന് നീ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ പൊരുളിന്റെ ഭാഗമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അവനവന്റെ ജീവിതം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ ആൾക്കാരോട് നിങ്ങൾ സ്നേഹിച്ചോളി, നിങ്ങൾ വാത്സല്യപ്പെട്ടോളി, നിങ്ങൾ കരുണ കാണിച്ചോളി എന്നൊക്കെ വർത്താനം പറഞ്ഞാലൊന്നും കാരുണ്യം ഉണ്ടാവില്ല. നമ്മൾ കുട്ടികൾക്ക് സ്നേഹമില്ലല്ലോ, ബഹുമാനമില്ലല്ലോ, കാരുണ്യമില്ലല്ലോ എന്നൊക്കെ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കിപ്പോ സ്കൂളിൽ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടി 1000 പ്രാവശ്യം സ്നേഹം സ്നേഹം ഇമ്പോസിഷൻ എഴുതി അതൊന്നും സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ അഭേദബോധം, ഞാനും നീയും ഒന്നാണ്. ഈ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഞാനും നീയും ഒന്നാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പോ അഭേദ ചിന്ത ഗുരു ഉണ്ടാക്കിയത് സ്നേഹത്തിനും വാത്സല്യത്തിനും മാനുഷികതയ്ക്കും വേണ്ടിയിട്ടുള്ള അതിന്റെ അടിസ്ഥാന ശിലയായിരുന്നു അഭേദം. അഖണ്ഡാവബോധ പ്രജ്ഞ എന്നാണ് ഗുരു പറയുന്നത്. അഖണ്ഡാവബോധ പ്രജ്ഞ. ഈ അഭേദബോധത്തിൽ നിന്നാണ് അപരപ്രിയത്വം, മറ്റുള്ളവരുടെ സ്നേഹം. വെറുതെ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരോട് പ്രിയത്വം ഉണ്ടാവുക. ഇന്നിപ്പോ ആർക്കാ മറ്റുള്ളവരോട് പ്രിയത്വം? ആർക്കും ആരോടും പ്രിയത്വമില്ല. എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യമാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റു ജാതിക്കാരൻ ശത്രു, മറ്റ് മതക്കാരൻ ശത്രു, മറ്റ് ഭാഷക്കാരൻ ശത്രു, അയൽക്കാരൻ ശത്രു. അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെയാ പറഞ്ഞിരിക്കും, പക്ഷെ അയൽക്കാരനാണ് ശത്രു. അയൽക്കാരനായിട്ട് മത്സരം ഉണ്ടാക്കാനാ മുതലാളിത്തം നമ്മളെ പഠിപ്പിക്കുന്നത്. നൈബേഴ്സ് എൻവിയാണ്, അതായത് അയൽക്കാരന് അസൂയ ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ അയൽക്കാരന്റെ ശത്രുവാണ്, മത്സരിക്കേണ്ടവനാണ്. അങ്ങനെ അയൽക്കാരൻ കഴിഞ്ഞ് വീട്ടിൽ ബന്ധസ്ഥിതി, ഭാര്യ ശത്രു, ഭർത്താവ് ശത്രു, മക്കള് ശത്രു, ഞാനും എൻ്റെ മൊബൈൽ ഫോണും മാത്രം. ഇതല്ലേ എന്ന അവസ്ഥ? ഇതാണ് പ്രശ്നം. ഇതിൽ നിന്നാണ് അപരപ്രിയത്വം, മറ്റുള്ളവരോടല്ല. അദ്ദേഹം മറ്റുള്ളവരെ പ്രിയത്വം നല്ല ഉറപ്പുള്ള ആളായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് വരുന്ന സമയത്താണ് തമാശ ഉണ്ടായത്. കപ്പൽ ആടി ഒലയാണ്. അപ്പൊ ചില ആൾക്കാർ, പേടിച്ച ആൾക്കാര് ചോദിച്ചു, സ്വാമി കൂടി കപ്പലൊക്കെ ആടി ഒലിയുന്നല്ലോ, പേടി തോന്നുന്നുണ്ടോ? ആ, നിങ്ങളുടെ അതിൽ കുറച്ച് പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നാ വേറെ ചില ധൈര്യവാന്മാർ പറഞ്ഞു, എന്താ പേടിക്കാനുള്ളത്? ശരിയാണ്, എനിക്ക് പേടിയില്ല. അപ്പോ എന്താ സ്വാമി എന്താ ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞു? ചില ആൾക്കാരോട് പേടിയുണ്ട്, ചില ആൾക്കാരോട് പേടിയില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രണ്ടു കൂട്ടർക്കും സന്തോഷമായിക്കോട്ടെ,
വലിയ കുഴപ്പമൊന്നുമില്ല. പേടിയില്ല ഉണ്ട് എന്ന് പറഞ്ഞവരോട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്നു നമ്മൾ മോശക്കാരായി. പേടിയില്ല എന്നുള്ളവരോട് സ്വാമിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു പേടിയില്ലാത്ത ആളായിരിക്കും ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അപരപ്രിയത്വം, മറ്റുള്ളവർക്ക് പ്രിയങ്കരമായത് ചെയ്യുക എന്നതാണ്. മറ്റുള്ളവന് സുഖമുള്ളത് അവനവൻ ചെയ്യുന്ന മറ്റുള്ളവരും സുഖമായി വരിക. ഇത് തന്നെയാണ് എഴുത്തച്ഛനും ഈ രണ്ട് കൂട്ടരും ചെയ്തിട്ടുള്ള വലിയ കാര്യം. എന്താണ് ഈ അഭേദബോധം സാക്ഷാത്കരിക്കും. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഇതെന്നെ പറയുന്നത്, ഇന്ത്യൻ സംസ്കാരത്തിൽ പാലിൽ വെണ്ണ പോലെയുള്ളതാണ് അദ്വൈത സിദ്ധാന്തം. ആദിശങ്കരൻ ശരിയാണ്, ആദിശങ്കരൻ ഈ അദ്വൈതത്തെ അതിന്ന് പാലിൽ നിന്ന് വെണ്ണ രൂപീകരിച്ചു. പക്ഷേ ഇവർക്ക് പ്രാവർത്തികാക്കാൻ പറ്റിയില്ല. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ ആദിശങ്കരൻ രൂപീകരിച്ച ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രവർത്തിച്ചു കാണിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും ശ്രീനാരായണ എഴുത്തച്ഛൻ. കുറച്ചൊക്കെ പല കാര്യം അന്നും ജാതിയുടെ പല പരിമിതികളുണ്ട്, അതിൻ്റെ ഇടയിൽ അദ്ദേഹം യുദ്ധം ചെയ്തു എഴുത്തച്ഛൻ. പക്ഷേ ശ്രീനാരായണ ഗുരുവാണ് അദ്വൈത. ശ്രീനാരായണ ഗുരു ശരിക്കും പറയുന്നുണ്ട് ആദിശങ്കരന്റെ അദ്വൈതം തന്നെയാണ് എന്റെ അദ്വൈതം എന്ന് പറയുന്നത്. പക്ഷേ ആദിശങ്കരന്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പറ്റാത്തത് അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതാണ് അദ്ദേഹത്തെ മഹാഗുരുവാക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു യുഗ പരിവർത്തനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. നമുക്കറിയാം വലിയൊരു മാറ്റം. ഇന്ന് കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു നാട്. അപ്പൊ അതിനെ വടക്കാക്കാൻ പലരും നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. എന്നാലും താരതമ്യേന ഇന്ന് പല കാര്യത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഈ ഗുരുദേവന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇന്നിങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാട്ടിലും ഏത് സാമൂഹ്യ പ്രസ്ഥാനത്തെക്കാട്ടിലും ഗുരുദേവൻ എന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് കേരളം ഇന്നും കേരളമായി നിൽക്കുന്നതും മറ്റുള്ളവർക്കൊരു മാതൃകയാവും. എന്നാലും നമുക്ക് പല കേടുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇടയിലും വർഗീയതയും ജാതീയതയും വൃത്തികേടുകളും അസമത്വം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 170ാമത്തെ ജയന്തിക്ക് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ മുറകെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷയ്ക്കായി തന്നെ പ്രവർത്തിക്കാൻ മലയാളിക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മളെല്ലാം ഗുരുദേവന്റെ പിന്തുണക്കാരാണ്. നമ്മളിലാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രപഞ്ച ശക്തിയിലേക്ക് മടങ്ങിപ്പോയത് എന്ന് നാം ആലോചിക്കണം. നമ്മളുടെ കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ ഗുരുദേവനെ പഠിപ്പിച്ചതേ മറ്റെന്ത് പഠിപ്പിക്കേണ്ടതാണ്. ഗുരുദേവന്റെ അത് പഠിപ്പിക്കാൻ തന്നെ വലിയ സമ്മർദ്ദമൊക്കെ ജനിപ്പിക്കണം. പലപ്പോഴും വണ്ടമാര് ഈ സിലബസ് ഉണ്ടാക്കുന്ന മഹാപണ്ഡിതന്മാർക്ക് അത് മലയാളം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ എന്നും നിത്യനൂതനമായ മനുഷ്യത്വത്തിന്റെ തത്വങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഈ അഭേദബോധത്തിന്റെ സാക്ഷാത്കാരം അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ നടത്തി നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ കൂടെ മുന്നോട്ട് വെച്ചു നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വളരെ അത്ഭുത 1856 അദ്ദേഹം ജനിച്ചു. ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. ചതയത്തിന് എത്തിയിട്ടാണ്. എനിക്ക് അതിന് വലിയൊരു സന്തോഷം. ഞാനൊരു ചതയം നാളുകാരനാണ്. ഇപ്പോ അറിയല്ലോ, വലിയ രാജബമ്പാലയൊക്കെ ഉണ്ടെങ്കിലും ഞാനോടും പറയും ഞാനും ആ വർഗത്ത് പെട്ടതാണ്. അതുപോലെ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനൊരു ചതയക്കാരനാണ്. രാജബമ്പാല അവിടെ കിടക്കുന്നു, ഞാനോട് അവിടെ കിടക്കുന്നു. പക്ഷെ അതെപ്പോഴും എനിക്ക് എന്നെ പലപ്പോഴും ഈ ചതയ നാളുകാരനാണെന്നുകൊണ്ട് വല്ലാതെ ഗുരുദേവന്റെ നാളല്ലേ എന്നുകൊണ്ട് കടുങ്കയും വൃത്തികളൊക്കെ ചെയ്യാതിരിക്കാൻ ഈ ഒരു സ്മരണ എന്നെ പലപ്പോഴും കാക്കും. നീ ഗുരുദേവന്റെ നാളും തലയിൽ കെട്ടി നടക്കുന്നവനാണ്, വൃത്തിയോടൊന്നും ചെയ്യരുത് എന്നൊരു മനസ്സാക്ഷി എന്നോട് മന്ത്രിക്കാറുണ്ട്. അങ്ങനെ ചതയ നാള് കിട്ടുകൊണ്ട് ഞാനോടാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മാടനാശാനാണ്. അദ്ദേഹം തന്നെ എഴുത്തച്ഛനെ കൊണ്ട് പറഞ്ഞ മാതിരി അവിടെ പുരാണ കഥകളൊക്കെ വായിച്ച പറഞ്ഞുകൊണ്ട് ഒരു ആശാൻ സ്ഥാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നമുക്കറിയാം തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കുടുംബക്കാരും എഴുത്തച്ഛൻ എന്നുള്ള പദവി തന്നെ കിട്ടിയത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, എഴുത്ത് പഠിപ്പിക്കുകയാണ്.
അപ്പൊ ഇവരൊക്കെ തന്നെ അധ്യാപകരായിരുന്നു, ഗുരുക്കന്മാരായിരുന്നു. ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ജഗദീശ്വരൻ പറഞ്ഞയച്ചവരായിരുന്നു എന്നുള്ളതാണ്. ചെമ്പഴന്തി ഗ്രാമത്തില് മാടനെഴുത്തച്ഛൻ അച്ഛനും കുട്ടിയമ്മ പിന്നെ മാതാവുമായിട്ട് വരികയാണ്. വളരെ ഈശ്വരഭക്തിയായിട്ട് ശാന്തപ്രകൃത. പിന്നെ വേറൊന്നും പറയുന്നത് വളരെ വേഗം സെൻസിറ്റിവിറ്റിയാണ്. ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിനെ ബാധിക്കുന്ന നിർമ്മല ഹൃദയമുള്ള ഒരു സൗഭാഗ്യവതിയായിരുന്നു അമ്മ. പലപ്പോഴും പറയാറുണ്ട്, വ്യാസമഹർഷിക്ക് ജന്മം നൽകിയ സത്യവതിയെ പോലെ ജന്മന, ചില ആൾക്കാർക്ക് ജന്മന പഠിപ്പൊന്നുമില്ലെങ്കിൽ തന്നെ ജന്മന ചില ഗുണഗണങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് വന്നത്. പ്രായപൂർത്തിയായ ശേഷം പിതാവിന്റെ ആശാന്റെ പണി കുറെ മുപ്പരി ഒളിപ്പിച്ചു, ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ തുടങ്ങി. കാർഷിക വൃത്തി എഴുത്തച്ഛനും ഇങ്ങനെയാ ചെയ്തത്. അവിടെ ചക്കുന്തലായിരുന്നു പണി, ഇവിടെ കാർഷിക വൃത്തിയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കലും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലത്തെ കാര്യം പറയുന്നത്, തടി കുറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കായികാഭ്യാസിയെ പോലെയുള്ള അല്ല ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ഉന്നം പിഴയ്ക്കാത്ത ആളാണ്. വലിയ കൂറ്റം മാവിന്റെ അവിടെ എറിഞ്ഞിട്ട് കൃത്യമായിട്ട് വാങ്ങുന്നു. അതാണ് അദ്ദേഹം ചെയ്തത്. ഉന്നം പിഴയ്ക്കാത്ത പ്രവർത്തനമാണ് സാഹിത്യ സമൂഹത്തെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും. വിദ്യാഭ്യാസക്കാലത്ത് വളരെയധികം സ്വഭാവശുദ്ധി പുലർത്തി, കയ്യർഷം മനോഹരമായിരുന്നു. അന്നും അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായിട്ടുള്ള അസമത്വങ്ങളോടുള്ള വിദ്യ. ഈ ജാതിയിൽ മൂപ്പര് അറിഞ്ഞും അറിയാതെ ജാതി നിയമങ്ങളൊക്കെ തെറ്റി. ഒരു പുലയച്ചാളയില് അരി തളച്ചു പോകുന്നത് പുറത്തുകൂടെ നടക്കുമ്പോൾ കണ്ട കുണ്ടനെ പോയിട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. അന്ന് ഇഴവരായിട്ടുള്ളവർക്കൊന്നും പുലയച്ചാളയിൽ ഭയങ്കര അകലങ്ങളുള്ള മൂപ്പര് അവിടെ പോയിട്ട് മനുഷ്യന്മാർ കഴിക്കാനുള്ള ഭക്ഷണമല്ലേ, അങ്ങനെ തളച്ചു പോകാൻ പറ്റില്ല വെച്ചിട്ട് വറക്കുംപൊടി ഒരു മാറ്റി വെച്ചു. കുറച്ച് ആൾക്കാരൊക്കെ മൂപ്പരെ ഒന്ന് വിഷമൊക്കെ പറഞ്ഞു. പക്ഷെ ഗുരുദേവന്റെ ആ തേജസ്സിന്റെ മുമ്പിൽ ആരൊക്കെ മൂപ്പരോട് ഒരു വാക്കും പറയാൻ പറ്റില്ല. മഹാത്മാഗാന്ധി അടക്കം, അതിലേക്ക് ഞാൻ വരാം. ഇന്ത്യ ചരിത്രത്തില് മഹാത്മാഗാന്ധിനെ എല്ലാവരും അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വലിയ പ്രഗത്ഭന്മാരെ പോയിട്ട് മൂപ്പരോട് ചോദ്യം ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഒരു ഇന്റർവ്യൂവറെ മാറി താഴത്തിരുന്ന് സംസാരിച്ച് സംശയം ചോദിച്ചാണ്. അത്രയ്ക്കുള്ള വലുപ്പം മഹാത്മാഗാന്ധിക്കടക്കം. ഇന്ന് ലോകത്ത് വലിയ മഹാത്മാഗാന്ധിയുടെ വലുപ്പം കൂടി വരിക നമുക്കറിയാം. മഹാത്മാഗാന്ധിക്കടക്കം ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കി കൊടുത്തത് ഗുരുദേവനായിരുന്നു. പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഹിന്ദു മതത്തിൽ സാക്ഷാത്കാരത്തിൽ, ദൈവസാക്ഷാത്കാരത്തിൽ കഴിയില്ലേ? അപ്പൊ മൂപ്പര് പറയുന്നത് ഹിന്ദു മതത്തിലല്ല, എല്ലാ മതത്തിലും പറയുന്നത്. അപ്പോ ഗാന്ധി ചോദിക്കുന്നത് അന്ന് മതപരിവർത്തനവാദം നടക്കുന്ന സമയം. അപ്പോ ഹിന്ദുമതം വിട്ട് പലരും പോകാനൊക്കെ നിൽക്കുക. മൂപ്പര് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. പല SNDP യോഗത്തിലുള്ള ആൾക്കാർ തന്നെ മതപരിവർത്തനവാദമായിട്ട് വന്നിരുന്നു ഗോവിന്ദന്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? മതമേതായാലും മനുഷ്യൻ നന്നായാലും. ഇത് പ്രായോഗികമായ തന്ത്രമല്ല. അദ്ദേഹത്തിന് അറിയാം, എല്ലാ മതങ്ങളുടെ പിറകിലും ഒരേ പ്രപഞ്ച ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് എല്ലാ മതത്തിന്റെയും തത്വം ഒന്നാണ്. പല മതസാരം ഏകം എന്ന് മനസ്സിലാക്കില്ല. അതൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നില്ല. തിയോളജിക്കലായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട് തന്നെ ഓരോ മതങ്ങളും ഇവിടെ ആവിർഭവിച്ചത് എന്തോ പ്രപഞ്ചശക്തിയുടെ നിർദ്ദേശത്താലാണ്. അത് പിന്നെ കുറെ ജീവനായിട്ട് പോകും. മൂപ്പരായിട്ട് വലിയ അടുപ്പുണ്ടായിരുന്ന ചാക്കോവും മുഹമ്മദും രണ്ട് ശിഷ്യരില്ലായിരുന്നു. ചാക്കോന് ഗുരുദേവനോടുള്ള ആരാധന മൂത്തിട്ട് നാരായണദാസ് പേര് വാങ്ങിച്ച. കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു, ചാക്കുമായിട്ട് തന്നെ നിന്നാ മതി. യേശുദേവന്റെ പഠിപ്പുകൾ പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞ പഠിപ്പ് പഠിച്ച മരുന്ന് നന്നായി വരും. മോമനോട് പറഞ്ഞാൽ നബി പറഞ്ഞതനുസരിച്ചാലും മതി. അപ്പോ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ഷത്തിനുള്ള നല്ലവരാകാനുള്ള മാർഗം. വേറെ വല്ലവരുമാണെങ്കിൽ നാരായണദാസിന്റെ പേര് നീ മാറ്റാട്ടോ, ഇനി ആ ചാപ്പുകളെ വേറെ പറയട്ടെ, എന്റെ പേരുകൾ എനിക്ക് കണ്ടാൽ മതി എന്നാ പറയാം. അദ്ദേഹത്തിന്റെ ഒരു വലുപ്പമാണ് ആലോചിച്ചുകൊണ്ട്.
പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരക്തമോ. യേശുവിനെയാണ് പരമേശ പവിത്രപുത്രൻ, നബീനെ കരുണാവാനായിട്ടുള്ള നബി. അപ്പൊ വലിയവർക്ക് വലിയവരെ വലുപ്പം മനസ്സിലാകും. ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നു, ശ്രീരാമനെ പറ്റി പറയുന്നു. ഇങ്ങനെ മഹാത്മാക്കളുടെ എല്ലാ ഊർജവും നന്മയും സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം പിന്നെ വലിയ അന്വേഷണം കൂടിയുള്ള ആൾക്കാർ. എന്തുണ്ടെങ്കിലും അന്വേഷണത്തോടു കൂടി. അമ്മാവനൊരു ആയുർവേദ വൈദ്യനായിരുന്നു. അപ്പൊ മൂപ്പര് പല പരീക്ഷണങ്ങളും മരുന്നിന്റെ പരീക്ഷണമൊക്കെ സ്വന്തം കുടിച്ചിട്ടാണ് നോക്കുക. സമൂഹത്തിലും അങ്ങനെയായിരുന്നല്ലോ, മൂപ്പര് സ്വന്തമാണല്ലോ പരീക്ഷിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ആരെയും മാറ്റി വെച്ചിട്ടല്ല. അരിയോപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തമാണ് നെയ്യാറിന് കല്ലെടുത്തിട്ട്, അല്ലാതെ നിങ്ങളവിടെ പോയി ചെയ്തുകൂടിയെന്നല്ല. സ്വയം പരീക്ഷണത്തിന് വേണ്ടിയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം 23-ാം വയസ്സിൽ പിന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലത്തെ ഈ ഗ്രാമത്തിലത്തെ പഠിപ്പും വിവരങ്ങളൊന്നും പോരാൻ തോന്നിയിട്ട് അതിർത്തി തോന്നി. അദ്ദേഹം ചിറയിലേക്ക് പോയി, ആരോടും പറയാതെ. ഈ മഹാത്മാക്കളൊക്കെ പെട്ടെന്നൊന്ന് വീട് വിട്ടു പോകുന്നു. എഴുത്തച്ഛനും അങ്ങനെയുണ്ടല്ലോ, കുറെ പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി. കാരണം ലോകം കാണാൻ, അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ജിജ്ഞാസ. അങ്ങനെ അമ്മാവന്മാരൊക്കെ കൂട്ടി തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നിട്ടും പിന്നെയും അദ്ദേഹം പിന്നെ പുതുപ്പള്ളിയിലേക്ക്, തിരുവിതാംകൂറിലേക്ക്, അവിടെയുള്ള ആശാൻ രാമപിള്ള ആശാന്റെ അടുത്ത് പോവുകയും ഉപനിഷത്തും വേദങ്ങളും ഒക്കെ പഠിച്ച് വരികയും ചെയ്തു. അതിനുശേഷം ആണ് അദ്ദേഹം വീണ്ടും പിന്നെ കുറച്ചു കാലം മാടനാശനം ചെയ്യാനുള്ള സമയത്ത് നാട്ടിൽ വന്നിട്ട് കുട്ടികളെ എഴുത്തച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ അരിയൂപ്പുറത്ത് വിദ്യാലയം ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരത്തും പ്രവേശനമുള്ള വിദ്യാലയമായിരുന്നു. എഴുത്തച്ഛൻ എന്താ ചെയ്തത്? അന്ന് കീഴ്ജാതിക്കാരെ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പുറപ്പെട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കഷ്ടി പിന്നെ ചില തമ്പ്രാക്കളുടെ സ്വാധീനം കൊണ്ടാണ് വധശിക്ഷ ഇല്ലാതെ മൂപ്പരെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി, അതുകൊണ്ട് പുറത്തു പോകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി അദ്ദേഹം തിരിച്ചു. ഇതേപോലെ ഉള്ള ഒരു സാമ്യം നമുക്ക് കാണാം. അദ്ദേഹം പിന്നെ യാത്രകളിൽ മുഴുകി തമിഴ്നാട്ടിൽ സഞ്ചരിച്ചു, കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ചു, ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി, അദ്ദേഹം മയ്യാവൂർ സ്വാമികളെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെയാണ് മരുത്വാമലയിൽ പോയിട്ട് എല്ലാ മഹാത്മാക്കളും നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം ഒരു ആത്മാന്വേഷണം, തപസ് തന്നെയായിരുന്നു. 8 വർഷം ധ്യാനായിട്ട്. പലപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ പിന്നെ ആവിഷ്കരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭക്തജനങ്ങളാണ് ഉണ്ടാവുക. ഉള്ളൊരു പരിപാടി നമ്മളൊക്കെ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താ വെച്ചാൽ, അന്ധനായ അന്ധനുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും കണ്ണ് കാണാത്തവര് ആനയെ കണ്ടിട്ടുണ്ടെങ്കിലും പറയും, ഓരോരുത്തരും ഓരോന്നും പറയും. നമുക്ക് ഏതാ ഇഷ്ടച്ചാലും പറയും. ഇന്ന് ബുദ്ധിജീവികളും വലിയ ആൾക്കാരൊക്കെ പറയുക എന്താ വെച്ചാൽ, ശ്രീനാരായണ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അദ്ദേഹം ധ്യാനം ചെയ്തു മരുത്താമലയിൽ പോയതും അദ്ദേഹത്തിന്റെ പിന്നെ ദൈവഭക്തിയെ കുറിച്ചു. കാരണം അവർക്ക് ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് കാര്യം. പക്ഷേ അദ്ദേഹത്തിന് എല്ലാം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. എല്ലാവരെയും ഉയർത്താൻ ശ്രമിച്ച ആളായിരുന്നു. അതേ സമയത്ത് തന്നെ ദൈവഭക്തിയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് ഭക്തിയിൽ കൂടെ മനുഷ്യരെ ഉന്നമനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഭക്തരായിട്ടുള്ളവർക്ക് പിന്നെ ഒട്ടും ചിലപ്പോൾ പോയി ബുദ്ധിജീവികളുടെ കടയപ്പോൾ ഭക്തനാണെന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് മോശത്തരാണെന്നുള്ളൊരു വിചാരമാണ്. വിശ്വാസിയാണ്, ഭക്തനാണ്. ഞാൻ എഴുത്തുകാരനാണെങ്കിൽ എല്ലാവർക്കും തോന്നുന്നു ഞാൻ ഭക്തനാണ്, എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാലും ഒന്നും അത്ര മോശപ്പെട്ട കാര്യമല്ല. അത് അവനവനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭക്തി മറ്റുള്ളവന്റെ മേലിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയാണെങ്കിൽ അവർക്കൊരു ഗുണവുമില്ല. അങ്ങനെ മരുത്വാമലയിലെത്തിയും 8 വർഷം ധ്യാനം ചെയ്തിരുന്ന സമയത്ത് 2 തെരഞ്ഞെടുപ്പ് ഒന്നുകിൽ സാറിന് ഈശ്വര സാക്ഷാത്കാരൊക്കെ ലഭിച്ചിട്ട് ഈ മാനവത്തിലെ പല യോഗിമാരും അവര് തിരിച്ചു വരില്ല. അവരാ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിട്ട് അങ്ങോട്ട് മുഴുകിപ്പോവുക ചെയ്യാം. പക്ഷേ ഗുരുദേവൻ അത് ചെയ്തില്ല എന്നതാണ് ഗുരുദേവനെ മറ്റു പല സന്യാസികളിൽ വ്യത്യസ്തനാക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ട് ഇറങ്ങി വന്നു. അത് കാരണം കുമാരനാശ പറയുന്നുണ്ട്, തന്നാൽ കരേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദമലങ്കരിക്കും
തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. താൻ കൈ പിടിച്ചുയർത്തേണ്ട സമൂഹം ചേറിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ബ്രഹ്മാനന്ദത്തിൽ എത്തിയിട്ട് എന്ത് കാര്യമാണ്? അവരെ കൂടി എന്താണ് കനിവിന്റെ രൂപമായി. വലിയ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു അല്ലേ? സ്വയം ഈശ്വര സാക്ഷാത്കാരത്തിന് നബി ഹിറാ ഗുഹയിൽ ഇരുന്നതിന് ശേഷം ഇവിടെ ഇറങ്ങി വന്നു. അതേപോലെ തന്നെ മരുത്വാമലയിൽ അദ്ദേഹം ഇറങ്ങി വരിക ചെയ്തത്. എന്നിട്ടോ സ്വന്തം ആയുസ്സും വപുസ്സും തപസ്സും, പിന്നെ അതാണ് കുമാരനാശൻ പറഞ്ഞത്, അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വപുസ്സും ധന്യത്വമൊടുങ്ങ ആത്മ തപസ്സും. വലിയ ആളാണ് ഗുരുദേവൻ. അന്യർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ആശാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് മരുത്വമലയിൽ നിന്ന് വന്നിട്ട് എത്തിയ വെറുതെ ഇരുന്നില്ല. ഏറ്റവും വലിയൊരു വിപ്ലവമാണ്. ഒരു വിപ്ലവകാരിക്കും ചെയ്യാൻ പറ്റാത്ത അന്നത്തെ ജാതീയതയുടെ ഇടയിൽ അരുവിപ്പുറത്ത് വന്നിട്ട് നെയ്യാറുന്നുണ്ട് ഗുഹയെന്ന് അവിടെ കുറെ ധ്യാനചരിതനായിട്ട് ഇരുന്നിട്ട് ശിവപ്രതിഷ്ഠ ആണ്. ബ്രാഹ്മണന്മാർക്കല്ലാതെ ആർക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ ഒരു അധികാരവുമില്ല. ആ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ അദ്ദേഹം ആ കല്ലെടുത്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരയായിട്ട് ഒഴുകുകയാണ്. അതിനുശേഷമാണ് പ്രതിഷ്ഠ നടത്തിയത്. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കണ്ണീരറിഞ്ഞെന്നറിയോ? ഈശ്വരനെ ആരാധിക്കാൻ പോലും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലാത്ത കീഴാളരായ, ജാതിയിൽ താഴ്ന്നവരായ പാവങ്ങളോടുള്ള കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരായി ഇറങ്ങിയത്. സഹോദരന്മാരെ, സഹോദരത്ര കാരുണ്യമൂർത്തിയായി അങ്ങനെ മഹാപുരുഷൻ. ഇപ്പോൾ കുറെ ആൾക്കാർ പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുള്ള കാര്യം ക്ഷേത്രപ്രതിഷ്ഠ. അപ്പൊ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ശിവനെയാണ്, ഞാൻ നിങ്ങളുടെ ശിവനെയല്ല, ഞാൻ എൻ്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. എനിക്ക് ആർക്കും മറുപടി ഉണ്ടായില്ല. അങ്ങനെ SNDP യോഗം തുടങ്ങുന്നു. പൽപൂവിന്റെ ശ്രമപരമായിട്ട് സെക്രട്ടറി ആയിട്ട് കുമാരനാശാനുണ്ട്. പിന്നെ അദ്ദേഹം 1404 ഞാനത് ഈ കഥ പറയാൻ അദ്ദേഹം എങ്ങനെയാണ് വലിയ യുഗപരിവർത്തനം ഉണ്ടാക്കിയെന്നാണ്. ശിവഗിരിയിലേക്ക് താമസം മാറുന്നു, അവിടെ സ്കൂൾ ഉണ്ടാക്കുന്നു, പിന്നെ ശാരദാമഠം ഉണ്ടാക്കുന്നു, പിന്നെ തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ, അഞ്ചുതെങ്ങ്, തലശ്ശേരി ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ശ്രീലങ്ക സന്ദർശനം നടത്തുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ലോകത്ത് ഒരു മതപണ്ഡിതരും ചിന്തിക്കാത്ത മതത്തിന്റെ തത്വത്തെ ആവിഷ്കരിക്കുന്ന ഒരു കാര്യം 1913 അദ്വൈത തത്വത്തിന് വേണ്ടി അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. അവിടെ 1924 സർവമത സമ്മേളനം നടത്തി. ഇങ്ങനെയുള്ള ലോകത്തിൽ ഇങ്ങനെ ഒരു മാതൃകയില്ല ഗുരുവിനെ പോലെയുള്ളത്. ഇതിന്റെ മുമ്പ് വിവേകാനന്ദൻ പോയിട്ടുള്ള വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഉണ്ടായിരുന്നു ചിക്കാഗോയിൽ വെച്ചിട്ട്. അവിടെ മതങ്ങളുടെ സമ്മേളനമായിരുന്നു. പക്ഷെ അവിടെ നടന്ന എന്താ, എല്ലാ മതാചാര്യന്മാരും വന്നിട്ട് തങ്ങളുടെ മതത്തിന്റെ മാറ്റം പറയുകയും അതിന്റെ ഉള്ളുകൂടെ മറ്റവന്റെ മോശം പറയുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇദ്ദേഹം ലോകത്തിലുള്ള രണ്ടാമത്തെ, ആദ്യത്തെ ചിക്കാഗോയിലാണെങ്കിൽ രണ്ടാമത്തെ ലോകമത സമ്മേളനമാണ്. ശരിയായിട്ടുള്ള ലോകമത സമ്മേളനമാണെങ്കിൽ ഒന്നാമത്തെ മുതൽ നടത്തി. കാരണം ശരിയായ മതത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിന്റെയും മൂല്യങ്ങളും ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സോദരത്വേന വാഴണമെന്ന് പ്രഖ്യാപിച്ച ഒരു മതസമ്മേളനം. അവിടെ അദ്ദേഹം ഒക്കെ എഴുതി വെച്ചത് CB വിജയരാമനെ കൊണ്ട് കൽപ്പനോടൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന മതപണ്ഡിതരൊക്കെ വാദിക്കും ജയിക്കുകയും ചെയ്തു. ശങ്കരാചാര്യ വാദത്തിൽ തോൽപ്പിക്കാന്നില്ല. അതാണ് ഗുരുവിന്റെ വലിപ്പം. ആർക്കും ആരെയും വാദിച്ചിട്ടും തോൽപ്പിക്കാൻ പറ്റില്ല. അറിയാനും അറിയിക്കാൻ പറ്റും. ഗുരുവിനെതിരിക്ക് നയിച്ചതെന്താ? വളരെ ദീർഘവീക്ഷണത്തോടെ ലോകത്തിൽ ഇതാ മതത്തിന്റെ വിഭജനം ഉണ്ടാകുന്നു, വർഗീയത ഉണ്ടാകുന്നു. നമ്മൾ ഇന്നല്ലേ ലോകം കൂടുതൽ മതത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ വിഭജിക്കുകയാണ്. അപ്പോ ഇതെല്ലാം ഒന്നാണ് എന്ന് പറയാനുള്ള മതത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പോകുന്നത്. കാരണം വിശ്വാസം മതവും നമ്മൾ ഒഴിവാകുന്നില്ല. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ തന്നെ ഉള്ളതാണ് വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളത്.
ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കരകയറാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അദ്ദേഹം അന്ന് മതപരിവർത്തനവാദമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മതപരിവർത്തനം ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നും മറ്റതിലേക്ക് പോയാൽ ആവശ്യമുണ്ടാവും. അദ്ദേഹം പറയുന്നത് ഓരോ മതത്തിലും വിമോചനത്തിനുള്ള മാർഗങ്ങളുണ്ട്. ഇതെല്ലാം ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ, എല്ലാ മതത്തിന്റെയും സാരമൊന്ന്. അതുകൊണ്ട് ആ മൂല്യങ്ങൾ ഉയർത്തുന്ന നിങ്ങൾ വിമോചിതരാകാം. മതം മാറണോ? മാറിന്റെ ചിലർ പറഞ്ഞു നമുക്ക് ഉദ്ധവാക്കലിക്കുമാരെ സിക്കിരിക്കുമാരെ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പറയാം, മതമേതായാലും മനുഷ്യൻ. എത്ര വിവേകശാലിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് നോക്കാം. പിന്നെ അദ്ദേഹം കുറെ വിഗ്രഹ പ്രതിഷ്ഠ കണ്ടി കളവും കൂടി ചെന്നപ്പോഴേക്ക് കണ്ണാടി പ്രതിഷ്ഠ ഓരോന്നും മാറുകയാണ്. ആദ്യം ഭക്തനായിട്ട് വിഗ്രഹത്തിൽ കൂടെ ഉയർന്നു വരാതെ പിന്നെ അവനവനെ സാക്ഷാത്കരിക്കുന്ന കണ്ണാടി പ്രതിഷ്ഠ, പിന്നെ സത്യം, ദയ, ശാന്തി എന്നുള്ള വാക്കുകൾ അദ്ദേഹം പ്രതിഷ്ഠയാക്കി വെച്ചിട്ടുണ്ട്. ദീപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും കൂടി അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞു ദേവാലയങ്ങളെക്കാട്ടും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടത്. അപ്പൊ ചില ആൾക്കാർ പറയും വിശ്വാസികളല്ല. ഗുരുദേവൻ പറഞ്ഞ ദേവാലയങ്ങളൊന്നും വേണ്ട. ദേവാലയങ്ങൾ വേണ്ടെന്നല്ല, ദേവാലയങ്ങളും വേണം, അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വേണം. ദേവാലയങ്ങള് ദുഷിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിലും ഭേദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. എന്നാലോ ഗുരുദേവന്റെ സങ്കല്പത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദേവാലയം കൂടിയാണ്. അവിടെയുള്ള ആദ്യത്തെ പഠിപ്പ് അഭേദബോധമാണ്, അപരപ്രിയത്വമാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണമാക്കി മാറ്റിയിട്ടുള്ളത് നമുക്കറിയാം. ഈ സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ട് ലോകമത സമ്മേളനം തുടങ്ങുന്നു. ഗുരുദേവൻ ഉദ്ഘാടനം ചെയ്യുന്നു. സദാശിവ അയ്യരുണ്ട്, പിന്നെ സത്യവ്രത സ്വാമികള്, സി വി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ എഴുതിയിട്ട് പ്രഭാഷണം ഇതാക്കുന്നു, വായിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ എല്ലാ മതങ്ങളുടെയും തത്വങ്ങളും ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള വലിയൊരു ദർശനം. ഇതെല്ലാം തന്നെ നമുക്കറിയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ അഭേദബോധമാണ്. എല്ലാം ഒന്നാണ് എന്ന അടിയുറച്ച സാക്ഷാത്കാരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. 60-ൽ പല പുസ്തകങ്ങൾ മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലും വശ്യവചസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സാഹിത്യം എന്തിനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്ത് മുഴുവൻ ആത്മാവിന്റെ ഉന്നമനത്തിനും അഭേദബോധത്തിന്റെ സൃഷ്ടിക്കും വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ വെറും സാമൂഹിക പരിഷ്കർത്താവ്, താഴ്ന്ന രീതിയിലുള്ളവരുടെ ആചാരങ്ങള് ഒക്കെ നേരെയാക്കുന്നതാണ്. അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കെട്ടുകല്യാണം നടത്തുന്ന സമയത്ത് ഒക്കെ തയ്യാറാവുന്ന സമയത്ത് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലുകയും അത് പറയുകയും ശ്രീനാരായണഗുരു അല്ല വേറെ വല്ലവരുവാണെങ്കിൽ എല്ലൂരിട്ടുണ്ട്. മൃഗബലി നടത്താൻ മന്ത്രവാദം തയ്യാറാക്കുമ്പോൾ കൈ പിടിച്ചിട്ടാണ് വാളപ്പെടുത്താൻ. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തിയാണ്, പ്രപഞ്ച ശക്തിയുടെ ആ സാന്നിധ്യം അദ്ദേഹത്തിന്റെ വിഴികളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയിട്ടുള്ള ആളാണ്. എല്ലാ ശിഷ്യന്മാരും ഭയത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും പറഞ്ഞത് എങ്ങനെയാണ് ഈ അഭേദബോധം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ശക്തി. അതാണ് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഒരിക്കല് വലിയ ഇടിയും മഴയും കൂടിയിട്ടുള്ളപ്പോൾ ഗുരുദേവനും ശിഷ്യനും കൂടി പോവാണ്. അപ്പൊ ശിഷ്യനാകെ പേടിച്ച് വരച്ചുപോയി. ഗുരുദേവനൊരു പേടിയുമില്ല. മടങ്ങി വന്ന ശിഷ്യൻ എന്താ ഗുരുദേവനൊരു പേടി തോന്നാത്ത? ഉത്തരദേശം മറുപടി പറഞ്ഞു, നമ്മൾ ഭയക്കുന്നത് മറ്റൊന്നിനെയാണ്. മറ്റൊന്നുണ്ടാവുന്ന ഭയം എല്ലാം വന്നാൽ ഗുരുദേവന്റെ ഭയമില്ല. മറ്റൊന്നിനെയാണ് നമ്മൾ ഭയക്കുന്നത്. അഭേദം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. അങ്ങനത്തെ ധീരനാണ്. ആ ധീരത കൊണ്ടാണ് അരുവിപ്പുറത്ത് ശിവന്റെ പ്രതിഷ്ഠ നടത്താനും ലോക മതസമ്മേളനം നടത്താനും അവിടെ വാദിക്കാനും ജയിക്കാനുമെല്ലാം അറിയാനും അറിയിക്കാനും എന്ന വാചകം എഴുതി വയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, സമയത്രയാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് സമ്മാനദാനത്തിലൊക്കെ പരിപാടികൾക്ക് കൂടുതൽ എനിക്ക് പിന്നെ പല പരിപാടികളുമുള്ള ദിവസമായിരിക്കും. എൻ്റെ പ്രസംഗത്തെക്കാൾ ധ്യാനനിരതരായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിൽ ആവഹരിക്കാനാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എൻ്റെ പ്രസംഗം ഒരു കാര്യമല്ല. എൻ്റെ മുമ്പിൽ സാഹിത്യത്തിന്റെ കാര്യങ്ങൾ, സാഹിത്യത്തിൽ നോക്കൂ, അദ്ദേഹത്തിന്റെ പിന്നെ 3
ഘട്ടമായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തിനെ കാണാൻ പറ്റും. ആദ്യം ഒരു ഇഷ്ടദേവതയെ ആരാധിക്കുന്ന ഒരു അന്വേഷകന്റെ എഴുത്താണ്. ശിവനെ ആരാധിക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമിയെ, ദേവീനെ, ഗണപതി, ഇതിലെല്ലാം ശാസ്ത്രീയമായ തത്വമുണ്ട്. നാം ഭക്തിയോടുകൂടി ആരാധിക്കുന്ന സമയത്ത് അതിൽ കൂടെ ആരാധിക്കവന്നവൻ ആരാധിക്കുന്ന മൂർത്തിയുടെ സ്വഭാവത്തിലേക്ക് ഉണരുകയാണ്. പുതിയ മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ പറയുന്നത് ഭക്തി ആരാധന അത്ര മോശപ്പെട്ട കാര്യമല്ല, ഇതെല്ലാം അവനവനെ ഉയർത്താനാണ്. ഇതാണ് തുഞ്ചത്താചാര്യം. ഇതാണ് എന്തൊരു ഭക്തിയോട് കൂടിയിട്ടാണ് മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമന്റെ ഗുണഗണങ്ങൾ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമനെ സ്തുതിച്ചിരുന്നത് അദ്ദേഹം. ഇതേപോലെ ആദ്യം സ്തുതികളിൽ കൂടെ അവനവനെ ഉയർത്തിയെടുക്കാൻ, ഈ പ്രപഞ്ചശക്തിയുമായി അഭേദഭേദം തോന്നിക്കാൻ, സഹജീവിതകളോടുള്ള ഭേദചിന്ത ഒഴിവാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. രണ്ടാമത്തെ തട്ടായപ്പോഴേക്ക് അതിൽ നിന്ന് കുറച്ച് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതില് ചിന്തനം എന്നുള്ള കൃതിയിലൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ചിന്തനം എന്ന കൃതിയിലെ ആദ്യത്തെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതിലേക്കാണ്. മൂന്നാമത്തെ ഗണാവുമ്പോഴേക്കും എല്ലാം മനസ്സിലാക്കിയ ഒരു വിവേകിയുടെ പ്രവാചകന്റെ ശബ്ദം അവിടേക്ക് വരുമ്പോഴേക്കാണ് നമുക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ജാതി നിർണയം എന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന ഇതിലേക്ക് വരുന്നു. എല്ലാ മതസാരവും ഒന്നാണ് എന്നതിലേക്ക് വരുന്നു. അങ്ങനെ വലിയൊരു ഏകത്വത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ശരിക്കും ഇന്ന് കേരളത്തില് എഴുത്തുകാര്, അദ്ദേഹത്തിന് ശേഷം വന്ന എഴുത്തുകാര് മനുഷ്യത്വവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കിയത് ശരിക്കും ശ്രീനാരായണ ഗുരു ഉൽപ്പാദിപ്പിച്ച നന്മകളാണ് ഇതിന്റെ പലകളുടെ ഞങ്ങളൊക്കെ കുറേ ശരിക്കും ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കുമാരനാശാനെ പറയുന്നുണ്ട്, പിന്നെ മലയാളത്തിന് ആദ്യം പ്രണയം അല്ലെങ്കിൽ പ്രേമം കണ്ടുപിടിച്ച കുമാരനാശാൻ എന്ന് പറയും. കുമാരനാശാന്റെ ഈ സ്നേഹ ഗായകനാക്കിയത് ഗുരുവിന്റെ തത്വങ്ങളാണ് നാം നോക്കണം. ശ്രീനാരായണ ഗുരുവില്ലേ, കുമാരനാശാനില്ലേ, ആരുമില്ല. പിന്നുള്ള എഴുത്തുകാരുടെ എല്ലാം തന്നെ മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച അഭേദ ബോധ സൃഷ്ടിയുടെ മഹാത്മാവായിരുന്നു ഗുരുദേവൻ എന്നുള്ളതാണ്. ആശാൻ സ്നേഹിക്ക നീ നിന്നെ വെറുക്കുന്നവരെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം നരകത്തിൽ വീട്ടിൽ സ്വർഗഗേഹം പണിയുപ്പെടുത്തും. ആശാൻ പറഞ്ഞതാണ്. നരകത്തിന്റെ ദ്വീപിലാണെങ്കിലും സ്നേഹമുണ്ട്. അത് കാണാറില്ലേ, പിന്നെ റോട്ടിലൊക്കെ പാവങ്ങളായിട്ട് ഓരോന്ന് വിൽക്കാൻ നടക്കുന്നവര് ആണും പെണ്ണും കൂടി ആ റോട്ടിന്റെ അകത്തും കൂടി സ്വർഗം മാരിയാണ് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കി കിടക്കുന്നുണ്ടാവും. ആ മണിമാളികയിൽ നമ്മൾ കിടക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധിച്ച് കിടക്കും. അപ്പോ ഭൗതികമായിട്ടല്ല സ്വർഗമുണ്ടാകുന്നത്, ആത്മീയമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഈ ബോധം അദ്ദേഹത്തിന് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ ഗുരു. ഓരോരുത്തരും ഉള്ളൂരും പ്രേമസംഗീതത്തിൽ ഒരൊറ്റ മതം കൊണ്ടുലകിന്നുയിരാം പ്രേമമതം നല്ലോ പരക്ക നമ്മെ പാർവണ ശശിക്കുമ്പോ ഒരൊറ്റ മതമെല്ലാം അറിയുന്ന ഇതെല്ലാം ഗുരുവിന്റെ പ്രതിധ്വനികളാണ് നമുക്ക് കേൾക്കാൻ പറ്റും. വയലാർ പറയുന്നത് സ്നേഹിക്കയില്ലതാം നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം. അപ്പൊ പിന്നെ വന്നിട്ടുള്ള ഓരോരുത്തരുടെ കാര്യത്തിൽ പിന്നെ ഈ സ്നേഹത്തിൻ്റെതായിട്ടുള്ള അപരപ്രിയത്വത്തിൻ്റെതായിട്ടുള്ള തത്വശാസ്ത്രത്തെ പ്രദാനം ചെയ്തത് ഗുരുദേവനാണ്. അദ്ദേഹം ഇങ്ങനെ സമഗ്രനായിട്ട് ആത്മീയ തലത്തിൽ മാത്രമല്ല തൊഴിൽ സംസ്കാരം ഉണ്ടാക്കാൻ കേരളത്തിൽ ആദ്യം വ്യവസായ ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ നടത്തിയത് ഗുരുദേവനായിരുന്നു. കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുക, പാരത്രികമായിട്ടുള്ള മോക്ഷം മാത്രമല്ല ഇഹലോകത്ത് എല്ലാവരും സുഖത്തോടുകൂടി ജീവിക്കണം, അതിനുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതാണ് സാധാരണ ഗുരുക്കന്മാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നും
അദ്ദേഹത്തെ മാറ്റി തീർക്കുന്നത് സാധാരണ ജനങ്ങളുടെ വ്യാവഹാരിക ജീവിതത്തിലടക്കം അവരെ ഉയർത്തിപ്പരാനുള്ള പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, എനിക്ക് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു, കുറേ അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ്? നമ്മുടെ വികസനത്തിന്റെ കുഴപ്പമാണ്. കോവിഡ് പോലെയുള്ള മഹാമാരികൾ വന്നു. എന്തുകൊണ്ടാണ്? മറ്റ് ജീവജാലങ്ങളിൽ നമ്മൾ മര്യാദ ജീവിക്കാൻ സമ്മതിച്ചില്ല. അവരുടെ ജീവിതത്തെ ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണ്. ഇന്ന് ശാസ്ത്രം പറയുന്നത് മറ്റ് ജീവജാലങ്ങളെയും പ്രകൃതിയെയും സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യവംശം മുടിയാൻ പോകും. അതാ ഗുരു പറഞ്ഞത്, പീഡയൊരുറുമ്പിനും വരുത്തരുത് എന്ന്. വെറുതെ ആദ്യം പറഞ്ഞത്, ഉറുമ്പിന് പീഡ വരുത്തിയ വിവരം അറിയും. ഏകാശം തോൽക്കുന്നത് കൈലാസം നന്നാവാനല്ല, നമുക്ക് കൂടി നന്നാവാനാ. അതാണ് ഗുരുദേവൻ ഉറുമ്പിന് പോലും പീഡ വരുത്തരുത് എന്ന് പറയാൻ കാരണം, ഉറുമ്പിന് പീഡ വരുത്തിയാൽ കൂടി ഈ പ്രപഞ്ച ശക്തി വിവരം നമ്മളെ അറിയിക്കുന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മഹാമാരികൾക്കും കൂടി എതിരായിട്ടുള്ളൊരു തത്വശാസ്ത്രമാണ് അദ്ദേഹം വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആത്മജി അടക്കം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ്, ഒരു എഴുത്തുകാർ, വലിയ ആളെ ഇന്റർവ്യൂ ചെയ്യുന്നമാതിരി ചോദ്യം ചോദിക്കുകയായിരുന്നു ഗുരുദേവനോട്. അദ്ദേഹം എല്ലാവർക്കും മറുപടി പറഞ്ഞു. ഗാന്ധിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു, ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഇതിലൊരു വളരെ പ്രധാനപ്പെട്ടതില്ലേ? നോക്കൂ, ഈ മാവിന്റെ ഇലകളെല്ലാം ഓരോ മാതിരിയല്ലേ, അപ്പൊ ആ വ്യത്യാസത്തെ നമുക്ക് പരിഗണിക്കണ്ടേ? ഗുരുദേവൻ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ അതൊന്നും പിഴിഞ്ഞു നോക്കും, അതിന്റെ ചാറിന് ഒരേ മാതിരി രുചിയായിരുന്നു. ഗാന്ധിയുടെ വലിയ കാഴ്ചപ്പാടിൽ മാറ്റുണ്ടാക്കിയതാണ്. ഗാന്ധിക്ക് ഇതിൽ എല്ലാ ജാതീയമായ ചിന്തകളിൽ നിന്നും അവസാന കാലത്ത് പിന്നെ ഈ വേർതിരിവിടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം പിന്നെ മതങ്ങൾക്കിടയിലും ജാതികൾക്കിടയിലുമുള്ള വിവാഹത്തോടുകൂടി ആനുകൂല്യം ഗാന്ധി ഉൽപ്പാദിപ്പിച്ചത് ഗുരുദേവന്റെ ഈ തത്വമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ടാഗോർ വന്ന സമയത്ത് ടാഗോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആ ഒരൊറ്റ ആളുടെ പ്രസമാനം കിട്ടില്ല. അതൊക്കെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള കവി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ ചക്രവാള സീമയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ധ്യാനനിരതമായ കണ്ണുകൾ, ആ മുഖത്തിന്റെ ദീപ്തി, ഇദ്ദേഹത്തെ പോലെയോ ഇദ്ദേഹത്തിന് തുല്യനായോ ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ വന്ന C.F. ആൻഡ്രൂസ് പറഞ്ഞത്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അപ്പോ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ തന്നെ ഈശ്വരനിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പിന്നെ ദേവൻ ജനിച്ചിന്റെ അദ്ദേഹത്തെ കാണാൻ നമുക്ക് ആ സമയത്ത് തന്നെ ജനിക്കാത്ത അവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കാരുണ്യം അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള പലൂരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാനു മാഷ്, അഴീക്കോട് മാഷ്, കോവിലൻ, ഇവരെല്ലാം ഗുരുവിന്റെ ഭക്തരെ. അവരിൽ നിന്നൊക്കെ നിർലോഭം സ്നേഹം ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. സാനു മാഷിൽ നിന്നും അഴീക്കോട് മാഷിൽ നിന്നും കോവിലിൽ നിന്നും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഗുരുദേവന്റെ സ്നേഹമാണ് അവരിലൂടെ എന്നിൽ ഒഴുകിയെത്തിയത്. ആ സ്നേഹമൂർത്തിയെ, ലോകഗുരുവിനെ സ്മരിക്കാനും അറിയാനും ലോകത്തെ അറിയിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം ഉപയോഗിക്കേണ്ടത്. അതിന് നമ്മളെ ജഗദീശ്വരൻ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് മെമ്പർമാർക്കും അതിൻ്റെ യോഗത്തിലുള്ളവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. TVC എൻ്റെ സഹോദരൻ ഇപ്പോഴും അദ്ദേഹം എന്നോട് ഗുരുദേവന്റെ ആ ഒരു സാഹചര്യം കൊണ്ട് ഒരു പ്രത്യേക സ്നേഹം സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹം നേരിട്ടാണ് എന്നെ ക്ഷണിച്ചത്. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഈ ദിവസം ഒരു സുഹൃതമായി ഞാൻ സൂക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ശ്രീ KP